ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. ഞങ്ങളെ കേൾക്കുന്ന ഓൺലൈനിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. 1974 ആഗസ്റ്റ് 1 തീയതി ക്യാപിറ്റൽ വോയിസ് എന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വായിച്ചതായ ഒരു സംഭവം ഇവിടെ ഞാൻ ഓർപ്പിച്ച് വേഗത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. അന്തിക്രിസ്തുവിന്റെ ശക്തികൾ സഭയെ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ചു കാലം, ആ കാലത്തെ കുറിച്ച് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മെത്തഡിസ്റ്റ് സഭാവിഭാഗത്തിലുള്ള പുരോഹിതന്മാരെ ആമേൻ അവരോട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പുരോഹിതന്മാരിൽ 51% പേരും യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സ്വതന്ത്രം. 60% പുരോഹിതന്മാർ അവന്റെ കന്യകയിലുള്ള ജനനത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സ്വതന്ത്രം. 62% പുരോഹിതന്മാർ അവർ സാത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ക്യാപിറ്റൽ വോയിസ് എന്നൊരു പ്രസിദ്ധീകരണത്തിൽ 1974 ആഗസ്റ്റ് 1 തീയതി പ്രസിദ്ധീകരിച്ചതായ ആമേൻ ഒരു പഠനത്തിലാണ് ഇങ്ങനെ കാണുവാനായിട്ടിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം എന്നറിയാമോ? ക്രിസ്തീയ ഗോളത്തിൽ അന്തിക്രിസ്തു എല്ലാ മേഖലകളും കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസികൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ നാളില് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെ പറയുവാനായിട്ടിടയായി തീർന്നു. വടക്കേ ഇന്ത്യയിലെ ദേവാലയങ്ങള് മദ്യഷാപ്പുകളായി, അവൻ ഡാൻസ് നടത്തുന്ന സ്ഥലങ്ങളായി, പാർലറുകളായി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് നമ്മൾ വായിച്ച ഭാഗം. മെത്തഡിസ്റ്റ് സഭാവിഭാഗത്തിലെ ആളുകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിലേക്ക് അവരെ അയക്കാതെ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ദൈവത്തിന് സ്വതന്ത്രം അറിവുണ്ടാകുമ്പോൾ യേശുവിനെ കുറിച്ച് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞതിന്റെ തിക്ത ഫലമാണ് പുരോഹിതന്മാര് കാണിച്ച ആ മെത്തഡിസ്റ്റ് സഭയിലെ പുരോഹിതന്മാര് ദൈവത്തിൽ നകർന്നു പോയതിന്റെ പരിണിത ഫലമാണ്. ഇന്ന് അവരുടെ പള്ളികളാണ് അനേക മോസ്കുകളായി, അനേക പാർലറുകളായി, അനേക മദ്യശാലകളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുക. അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായെന്നറിയാമോ? ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് അനേകർ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുവാനായിട്ടിടയായി. അദ്ദേഹം കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ ഗോളത്തിൽ തലമുറകളെ ലഭിക്കാതിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ കുറവുകൾ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീരോടെ കരയുവാൻ ഇന്ന് ലോകത്തിലുള്ള വിശ്വാസികൾക്ക് കഴിയുന്നെങ്കിൽ കുറെ പേരെ കൂടെ കർത്താവിന്റെ വരവെങ്കിൽ ദൂതന്മാർ ശേഖരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടത്തിൽ ലഭിക്കുവാനിടയാകും എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ ചിന്തിച്ചതായ 6 കിരീടങ്ങളെ കൂടാതെ 7 പ്രതിഫലങ്ങള് വിശ്വാസികൾക്കുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം മാത്രം ഞാൻ ഓർപ്പിച്ച് വേഗത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത് ദാനിയേൽ 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യേശുക്രിസ്തുവിന് ഏറ്റവും പ്രിയനായിരുന്ന, ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്ന ദാനിയേല് ഉപവസിക്കുന്നവരിൽ മുൻപിലായിരുന്നു, പ്രാർത്ഥിക്കുന്നവരിൽ അവൻ മുൻപിലായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനാൽ നിലനിന്ന ഒരു മകനായിരുന്നു ദാനിയേല്. അവിടെ ഇങ്ങനെ പറയുകയാണ്, ദാനിയേൽ 12:3. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ
നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിമിത്തം ഒരു പാപി മനസ്സാന്തരപ്പെട്ടാൽ ഈ ശോഭയേറിയ അവസ്ഥ നമുക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. നമ്മൾ ഈ നാളുകളിൽ കരയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടിയാ. പ്രിയപ്പെട്ടവരെ, പ്രവാചകനായ യിരെമ്യാവിനോട് ചോദിക്ക്. യിരെമ്യാവ് പറയും, ഞാന് എന്റെ ജനം പാപത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജനം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജനത്തിന്റെ നടുവിൽ എനിക്ക് വലിയ വേദനയുണ്ടായി എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്. അങ്ങനെയാണ് വിലാപങ്ങൾ എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത്. എന്നാൽ അത് എഴുതുന്നതിന് മുൻപ് അദ്ദേഹം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ തലയെ കണ്ണുനീരിന്റെ ജലറാകവും എന്റെ കണ്ണിനെ കണ്ണുനീരിന്റെ നീരുറവയാക്കി മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസന് അവൻ നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ തയ്യാറായപ്പോൾ, നിലവിളിക്കുവാൻ തയ്യാറായപ്പോൾ, താൻ അവരോട് ഉപദേശിക്കുവാൻ മുൻപോട്ടിറങ്ങിയപ്പോൾ അവരൊക്കെയും യഹൂദാജനം മനസ്സാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിപ്പാനിടയായി. അങ്ങനെയാണെങ്കിൽ ഈ കാലങ്ങളിൽ ലോകത്തെമ്പാടും മാധ്യമങ്ങളിലൂടെ ദൈവവചനമാകുന്ന ശുശ്രൂഷ അനേക ദൈവദാസന്മാർ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതാരെവിടെ നിന്ന് കേൾക്കുന്നു എന്നല്ല, കേൾക്കുമ്പോൾ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, പിതാവ് നിന്നെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കേൾക്കുകയും നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവനായി നിന്റെ ജീവിതം കൊടുക്കുകയും ചെയ്യും. അത് മാത്രമാണ് പ്രസംഗിക്കുന്നവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാ. ആത്മാവ് നിറഞ്ഞ് സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ഒന്നേ ഉള്ളൂ. ചില കതിരുകളുമായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണമേ എന്നുള്ള ആഗ്രഹമാണ്. ഒരാത്മാവ് നേടണമെന്നുള്ള ആഗ്രഹമാണ്. ഒരാത്മാവിന്റെ വിലയോ സർവ്വലോകങ്ങളെക്കാളും വിലയേറിയതാ. ദാനിയേലിനോട് ചോദ്യത്, അവൻ ദാനിയേലിന്റെ ജീവിതത്തില് അവൻ ദൈവം പറയുകയാണ്, നീ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ രാജാവിനെ നീതിയിലേക്ക് തിരിച്ചവരാ ദാനിയേല്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ടു. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഇട്ടതാരെയാ? അവൻ പ്രഗത്ഭനായ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ബാലനെയാ ഇട്ടത്. അല്ലെങ്കിൽ ബാലനല്ല, അവൻ ഒരു യൗവനക്കാരനെ ഇട്ടത്. അവനെ ഇട്ടിരിക്കുന്ന സ്ഥലം രാജാവിന് നല്ലവണ്ണം അറിയാം. ചില നാടുകളിൽ ഇതുപോലെ അവൻ സിംഹക്കുഴിൽ ഇട്ടവരാരും അവിടുന്ന് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ദാനിയേലിനെ കുറിച്ച് അവനൊരു പ്രയാസമുണ്ടായി. തന്റെ രാജ്യത്തിന്റെ ദേശാധിപതിയായി അവനെ നിയമിച്ചാക്കിയവനാണ്. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്, രാജാവിന് അവൻ വളരെ ടെൻഷൻ ഉണ്ടായി. അവൻ ഉറക്കം വന്നില്ല. അതുപോലെ വചനം കേൾക്കുമ്പോൾ ഞാൻ നരകത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസ്ഥയിൽ അകന്നു പോകുന്നു എന്ന ചിന്ത വരുമ്പോൾ ദൈവത്തിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. അവനെ മാത്രമേ, രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മറന്നു പോകരുത്, രാജാവിനെ മാത്രമേ ഇനി മുതൽ ആരാധിക്കാവൂ, പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവിനെ ദൈവമകനാക്കി തീർക്കുവാൻ തക്കവണ്ണം ദാനിയേലിനെ ഉപയോഗിക്കുക. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. അതിരാവിലെ ഉറക്കം വരാതിരുന്നാൽ എന്ത് ചെയ്യും? അതിരാവിലെ എഴുന്നേൽക്കും, ഇല്ലേ? പലരും ചെയ്യുന്ന തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ ഉറക്കം വരാതിരിക്കുന്നത്. എന്നാൽ ദൈവജനം ചെയ്യുന്നത് എന്നറിയാമോ? അവരെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നിനക്ക് ഉറക്കം വരാതിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ടാ. തിരിഞ്ഞും മറിഞ്ഞുമല്ല നീ കിടക്കേണ്ടത്. നീ രാവിലെ എഴുന്നേറ്റ് ദേശത്തിന് വേണ്ടി, ദേശത്ത് പാർക്കുന്ന ജനത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാ ദൈവം ഉറക്കം തരാതിരിക്കുക. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് അതിരാവിലെ സിംഹക്കുഴിയുടെ പുറത്ത് നിന്നുകൊണ്ട് അല്ലയോ ദാനിയേലേ എന്ന് വിളിച്ചപ്പോൾ ദാനിയേൽ ഒരു കേടും കൂടാതെ സിംഹക്കുഴിയുടെ പുറത്തു നിന്ന്, അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. അത് നിമിത്തം രാജാവ് ഒരു പ്രഖ്യാപനം ചെയ്തു, ഇനി മുതൽ ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ നിങ്ങൾ സേവിക്കാൻ പാടില്ല എന്നൊരു പ്രഖ്യാപനം. അങ്ങനെയാണെങ്കിൽ ജ്ഞാനികളായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ വായിച്ചത്. ഒന്ന്, അവർ ജ്ഞാനികളായിരിക്കണം. എങ്ങനെയാ ജ്ഞാനികളാകുന്നത്? യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട്. നമ്മൾ ഓർക്കണം,
മെത്തഡിസ്റ്റ് സഭാക്കാർ അവരുടെ കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ടു. അവർക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ യേശുവിനെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ അവരെല്ലാം നടക്കുന്നത് എവിടെയാണ്? ആമേൻ. അതുകൊണ്ട് അവരുടെ ദേവാലയങ്ങളൊക്കെ എവിടെയായിരിക്കുന്നു? അവരുടെ പുരോഹിതന്മാർ സാത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് വിശ്വസിച്ചപ്പോൾ മെത്തഡിസ്റ്റ് സഭാഭാഗത്തിൽ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രം ഈ ദൈവത്തെ ഇന്ന് സേവിക്കുന്നുണ്ട്. അത് പ്രായമുള്ളവരാണ്. നമ്മൾ എവിടെ യോഗത്തിന് ചെന്നാലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, 40 വയസ്സിന് മുകളിലുള്ളവരെ ഉള്ളൂ അല്ലേ? ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞായറാഴ്ച പോലും ട്യൂഷന് കുഞ്ഞുങ്ങളെ വിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. തലമുറ എങ്ങോട്ട് പോകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓർക്കുകയാ, എന്റെ പിതാവൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനകളൊക്കെ തീർത്ത് തന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ ഓർക്കുകയാ. അങ്ങനെയാണെങ്കിൽ 60 വർഷങ്ങൾക്കപ്പുറം ഒരു ചെറ്റപ്പുരയായിരുന്നു. ചാണകം മെഴി തലയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വൈകിട്ട് പായിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ 60 വർഷത്തിനപ്പുറം പിതാക്കന്മാർ അവരുടെ വേദനയിൽ നിലവിളിച്ചപ്പോൾ, ഇന്ന് തലമുറകളെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് അയച്ച് അനുഗ്രഹിച്ചപ്പോൾ ഈ ദൈവത്തെ ആർക്കും വേണ്ട. ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെങ്കിൽ ജ്ഞാനികളായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായത്. രണ്ടാമതായിട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുകയും ദൈവത്തിന് സ്വന്തം ദൈവത്തിന്റെ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ധീരതയോടെ ഓടുകയും വിരുദ് പ്രാപിക്കുവാൻ ഓടുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അവരുടെ മരണശേഷം അല്ലെങ്കിൽ കർത്താവ് വരികയാണെങ്കിൽ ഈ പ്രതിഫലം, ഈ ശോഭയേറിയ അവസ്ഥ നമുക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒന്നുകൂടുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നവർക്ക് അവർ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ശോഭയേറിയ അവസ്ഥ സ്വർഗത്തിൽ. ഈ നാളുകളിൽ അതിന് നമുക്കിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവവചന നിമിത്തം അനേകരെ രക്ഷയിലേക്കും നീതിയിലേക്കും നയിക്കുന്നവർക്ക് സ്വർഗത്തിൽ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കുന്ന മഹത്വം കിട്ടുമെന്ന് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 13-ാം അധ്യായം 36-37 വാക്യങ്ങളില് അനേക ഉപമകളെ കുറിച്ച് പറയുന്നുണ്ട്. വയൽ വിത്തുകൾ വിതയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു ഉപമ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തെ കുറിച്ച് ഒരു ഉപമ പറയുന്നുണ്ട്. ഒന്ന്, വിത്ത് വിതയ്ക്കുന്നവൻ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സുവിശേഷകൻ പ്രസംഗിച്ചാലും ഈ വിത്ത് വിതയ്ക്കുന്നത് നമ്മുടെ മിശിഹാ തമ്പുരാനാണ്. ഹല്ലേലൂയ. വിത്ത് വിതയ്ക്കുന്നവൻ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. 2, വയലെന്ന് പറയുന്നത് ഈ ലോകത്തെ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പോയിരുന്നു വായിച്ചാൽ മതി. അതിന്റെ ആരംഭം തൊട്ട് ഒരുവൻ വിത്ത് വിതയ്ക്കുന്നുണ്ട്, പാറസ്ഥലത്ത് വീണതുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. ആ ഭാഗമൊക്കെ വീട്ടിൽ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇത് ഞാൻ പറയട്ടെ, വയലെന്ന് പറയുന്നത് 2, അത് ലോകത്തെ കുറിച്ച് കാണുകയാണ്. 3 എന്ന് പറയുന്നത് നല്ല വിത്ത്, അത് ദൈവരാജ്യത്തിലെ മക്കളെ കുറിച്ച് കാണുകയാണ്. അപ്പൊ നോക്കിക്കോണേ, ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നല്ല വിത്ത് എന്ന് പറയുന്നത് വിശ്വാസികളെ കുറിച്ചാണ്. ഹല്ലേലൂയ. അവരാണ് വിത്ത് വിതയ്ക്കേണ്ടത്. യേശു ക്രിസ്തു അനുവദിച്ചത് കൊണ്ട് ഈ വിത്ത് വിതയ്ക്കുന്നത്. 5-ാമതായിട്ട് പറയുകയാണ്, ദൈവത്തിന് കളകൾ എന്ന് പറയുന്നത് അവിടെ പറയുന്നത് നീതികെട്ടവരാണ്. ഇത്ര നാളായിട്ടും ഇത് കേട്ടിട്ടും അവരെ പരിഹസിച്ച് മുൻപോട്ട് പോകുന്ന അനേക ആളുകളുണ്ട്. ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ആ ദുഷ്ടതയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കളകളെന്ന്. അവർ നീതികെട്ടവർ എന്നാണ് വേദപുസ്തകം പറയുന്നത്. വിതച്ച ശത്രു ആരാണെന്നറിയാമോ? അത് പിശാചാണ്. അപ്പൊ ദുഷ്ടന്മാരുടെ ഹൃദയത്തിലേക്ക് വിത്ത് വിതച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ വിത്ത് വിതച്ചതുപോലെ അവന്റെ ഭക്തന്മാരിലൂടെ
വിത്ത് വിതയ്ക്കുന്നത് പോലെ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷവും മോഹങ്ങളും ആഗ്രഹങ്ങളും കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന പിശാച് ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ വിത്ത് വിതച്ചിരിക്കുകയാ. ആമേൻ. ആ വിധ ആമേൻ നിങ്ങളെ യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. അവിടെ 13 ആമേൻ തുടർന്ന് നമ്മൾ പറയുന്നുണ്ട്, ചില സൂര്യനെ പോലെ പ്രകാശിക്കുമെന്ന് പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞ ഉപമയുടെ സമാപനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ആമേൻ നമ്മൾ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. ഈ വാക്യം ദൈവത്തെ അനുസരിക്കുന്നവർക്കും ലഭിക്കുവാൻ പോകുന്ന ശോഭയേറിയ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ആമേൻ അതിന്റെ 15-ാം അധ്യായത്തിലും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ആമേൻ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ആമേൻ ആമേൻ യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനമാണ്. അതിന്മേൽ പണിയുന്നവന് ആമേൻ ദൈവരാജ്യത്തിൽ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങളുടെ മഹത്വത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളില് വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. പൗലോസ് ശ്ലീഹയാണ് ആമേൻ 13 ലേഖനങ്ങളുടെ കർത്താവ്. 14-ാമത്തെ ലേഖനമായ എബ്രായ ലേഖനവും പൗലോസ് ശ്ലീഹയുടെ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും 13 അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉണ്ടെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, ആ ഭാഗത്ത് പറയുന്നുണ്ട്, ഒന്ന് സ്വർഗീയ ശരീരമുണ്ട്. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്നതായ സ്വർഗീയ ശരീരം ശോഭയുള്ള ശരീരമാണ്. ഇന്ന് നമ്മുടെ മുഖത്തുള്ള സന്തോഷമുണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ അംശം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. രണ്ടാമത് പറയുകയാണ്, ഭൗമിക ശരീരമുണ്ട്. ആമേൻ. എന്നിട്ട് മനുഷ്യരുടെയും മൃഗങ്ങളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. മനുഷ്യരുടെ ശരീരവും മൃഗങ്ങളുടെ ശരീരവും പക്ഷികളുടെ ശരീരവും ആമേൻ ഇതെല്ലാം വ്യത്യസ്ത ശരീരങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതാണ് മനുഷ്യനുള്ള പ്രത്യേകത. അവനിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് അവന്റെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശരീരം മണ്ണിൽ അഴുകി ചേർന്നാലും ആമേൻ ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ആ ശരീരം അവിടെ വരികയും അവൻ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന അനേക ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ മോശമായ രീതിയിൽ ദൈവജനത്തെ ചിത്രീകരിക്കുന്ന ആളുകളുമുണ്ട്. അവർ പറയുന്നു, ലാസറിന്റെ സഹോദരി പറഞ്ഞു, 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമില്ല. പുഴുവൊക്കെ അടിച്ചു തുടങ്ങിയത് അല്ലെ? നാറ്റം വെക്കണമെങ്കിൽ പുഴു അടിക്കാൻ പുഴു ആദ്യം പ്രവർത്തിക്കില്ല. അപ്പൊ നാറ്റം വെച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പം പിന്നെ അങ്ങനെ നാറ്റം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസർ എഴുന്നേറ്റ് വരുന്നത്. മരിച്ച ആളുകളെ കർത്താവ് ഉയർത്തിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നാറ്റം വെച്ച് അളിഞ്ഞു പോയ ഒരാളെ എങ്ങനെയാണ്? അപ്പൊ ആ തുണിക്കകത്തുള്ളിൽ അവന്റെ അത് മാത്രമേ ഉള്ളൂ അല്ലെ? അവന്റെ ശരീരത്തിന്റെ എല്ലുകളും ഒക്കെ ഉള്ളായിരിക്കും. അത്രേ ആയിട്ടില്ലെങ്കിൽ തന്നെ ശരീരമുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ കർത്താവിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. അവന്റെ ശരീരം അഴുകിപ്പോയാലും അലിഞ്ഞു പോയാലും സഹോദരിമാരോട് യേശു പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ നോക്കിക്കോണേ, ലാസറെ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അവനെ എങ്ങനെ കെട്ടി അടക്കം ചെയ്തോ അതേ ശരീരം അവിടെ ആ ശരീരം വരികയും അതിൽ ജീവൻ വരികയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും. ഇതെന്താ ഇത്ര സംശയം? എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര വികലമായ രീതിയിൽ ഈ നാളുകളിൽ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെ യേശു പറഞ്ഞത് എന്താ? ലാസറേ, നീ പുറത്തു വാ. കർത്താവിനൊരു വിഷയമല്ല നാറ്റം വെച്ചതും അവന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയതൊന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലാസർ പിന്നെയും അവൻ ക്രിസ്തുവിനോട് പന്തിയിലിരിക്കുകയും അവസാനം വീണ്ടും താന് ഒരു മരണത്തിന് അധീനനായി തീരുകയും ചെയ്തത്. അതുകൊണ്ട് ലാസറിന്റെ കല്ലറ ഇന്നും അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഭാഗ്യമുള്ളവരാ. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുകയാണ്. അത് നമ്മള് ഒരുപക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാലും നമ്മൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിലും അവൻ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിന്റെ ഓഹരിക്കാരായി തീരുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, സ്വർഗീയ ശരീരം വേറെ, ഭൗമിക ശരീരം വേറെ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ശരീരങ്ങൾ വ്യത്യസ്തമാണ്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഭൗമിക ശരീരമല്ല, പകരം നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ ശരീരമാണ്. സ്വർഗീയ തേജസ്സുള്ളതായ ശരീരമാണ്. സൂര്യന് ഒരു മഹത്വമുണ്ട്, ചന്ദ്രനൊരു മഹത്വമുണ്ട്. സൂര്യനേറെ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണെങ്കിൽ, ചന്ദ്രൻ പ്രകാശം മങ്ങിയ ഒരു നക്ഷത്രമാണെങ്കിൽ, ഉയർക്കുന്ന ശരീരത്തിനും വ്യത്യസ്ത മഹത്വം ഉണ്ടാകുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഓർപ്പിച്ചത് എന്താ? വ്യത്യസ്തങ്ങളായ ശരീരങ്ങളാണ്. ഭൗതിക ശരീരങ്ങളിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ശോഭ, തേജസ് വ്യത്യസ്തങ്ങളായിരിക്കും എന്ന് പറയുക. അതുകൊണ്ട് പൗലോസ് ഓർപ്പിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ നമ്മൾ ചെയ്തതിനനുസരിച്ച് ശോഭയുള്ളതായ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയുകയാണ്. കാലമെല്ലാം കഴിയും, ഇന്നു കാണാനെല്ലാം അഴിയോ, കാലമെല്ലാം അഴിയോ, ഇന്നു കാണാനെല്ലാം അഴിയോ, പിന്നെ പുതുയുഗം വിരിയോ, തിരികെ വരാതെ നിത്യതയിൽ മറയോ, പിന്നെ പുതുയുഗം വിരിയോ, തിരികെ വരാതെ നിത്യതയിൽ മറയോ. കാലമെല്ലാം കഴിയോ, ഇന്നു കാണുന്നതെല്ലാം അഴിയോ, കാലമെല്ലാം കഴിയോ, ഇന്നു കാണുന്നതെല്ലാം അഴിയോ, പിന്നെ പുതുയുഗം വിരിയോ, തിരികെ വരാതെ നിത്യതയിൽ മറയോ, പിന്നെ പുതുയുഗം വിരിയോ, തിരികെ വരാതെ നിത്യതയിൽ മറയോ. യേശുവൻ വന്നിടുവാൻ, യേശുവൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികത്തിൽ നേടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികത്തിൽ നേടുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ബലഹീനമായ ശരീരമാണ്, അല്ലേ? ഇത് രോഗങ്ങളുള്ള ശരീരമാണ്. Praise the Lord. Hallelujah. എന്നാൽ ഇവിടെ പറയുക, ഇത് അപമാനകരമായ ശരീരമാണ്. Hallelujah. എന്നാൽ ഉയർക്കുന്ന ശരീരം മഹത്വമുള്ളതും ആത്മീകവുമായിരിക്കും. ഭൗമിക ശരീരങ്ങൾ മാറി ആത്മീയ ശരീരങ്ങളായി ഉയർത്തെഴുന്നേൽക്കുക. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 6 കിരീടങ്ങൾ എനിക്ക് ലഭിച്ചില്ലെങ്കിലും എനിക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള 7 പ്രതിഫലങ്ങളെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുക. ഞാൻ ഉയർക്കുമ്പോൾ ഒരു ശോഭയേറിയ മഹത്വമുള്ള ഒരു ശരീരം എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ വേല ചെയ്താൽ നമുക്കത് ലഭിക്കും. രണ്ടാമതായിട്ട് വലിയവൻ എന്ന സ്ഥാനം ഞാനൊന്നോട് ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്ന് അഴിക്കുകയും. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ചെറിയ കൽപ്പനകൾ, വലിയ കൽപ്പനകളുണ്ട്, ചെറിയ കൽപ്പന. ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കുക. മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ കണ്ടോ, ചെറിയൊരു കൽപ്പന, അല്ലേ? നമ്മളൊക്കെ ഈ നാളുകളിൽ ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം, അല്ലേ? ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്നോട് പണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു, നമ്മളെല്ലാം ഹോൾസെയിൽ ബുദ്ധിക്കാരാണ്, റീറ്റെയിലുകാരും. അപ്പൊ ഇത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഹോൾസെയിലുകാരാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളോട് ചെറിയൊരു കൽപ്പന, അത് സാരമില്ല, അല്ലേ? അത് സാരമില്ല, അല്ലേ?
ഞാനത് വിശദീകരിക്കുന്നില്ല, എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അത് സാരമില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ വെറുക്കുന്ന അനുഭവം, മറ്റുള്ളവരെ ദർശിക്കുന്ന അനുഭവം, മറ്റുള്ളവരോട് പൊറുക്കാൻ കഴിയാത്ത അനുഭവം, ഇതൊക്കെ ഉള്ളത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അത് ചെറിയ കൽപ്പനയാ, നീ അവനെ സ്നേഹിക്ക, അവൻ ദൈവസ്നേഹമാകുന്നു. ഈ നാളുകളിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ക്രിസ്തു വിശ്വാസിയായിരുന്നു കൊണ്ട് സ്നേഹിപ്പാൻ അതിന് കഴിയണം. നമുക്കറിയാമല്ലോ, അനേകര് ഈ ക്രിസ്തു വിശ്വാസി ആകാതിരുന്നുകൊണ്ട് നല്ല മനുഷ്യരാവത്. അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് സ്ഥലങ്ങൾ കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊന്നും പ്രതിഫലം നിനക്ക് സ്വർഗത്തിൽ കിട്ടത്തില്ല. ഒന്നാമത് നീ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ മകനും മകളുമായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുന്നവര് മനുഷ്യനെ എങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വലിയവനെന്ന് വിളിക്കപ്പെടും. ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന സ്ഥാനം. അപ്പൊ നോക്കിയ നിസ്സാരമായ ഒരു കാര്യം, ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, അത് വേണ്ടാന്ന് വെച്ചാൽ എന്നിട്ട് മറ്റുള്ളവരോട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു, നിനക്കൂടെ കടന്നു വന്നുകൂടെ എന്ന് പറഞ്ഞാൽ, അയ്യോ, ഞാൻ ഓർക്കുക ദൈവത്തിന് സ്വന്തം. മറ്റുള്ളവരോട് ഈ സന്ദേശം ഒന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം മറ്റുള്ളവരോടൊന്ന് അറിയിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അവൻ നിനക്ക് വലിയവനെന്ന സ്ഥാനം ലഭിക്കുമെന്നോട് പറയുകയാ. നീ അഥവാ അത് ലഭിച്ചില്ലെങ്കിൽ തന്നെ നീ സ്വർഗരാജ്യത്തിൽ ചെറിയവനായിരുന്നാലും, നീ ഒന്ന് രണ്ട് കാര്യങ്ങളെ ചെയ്തുള്ളെങ്കിലും ചെറിയവനായിരുന്നാലും നീ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടുമല്ലോ. അതല്ലേ പല ആളുകളും, എന്റെ അപ്പം പോയില്ലെങ്കിൽ, എന്റെ വലിയപ്പം പോയില്ലെങ്കിൽ എനിക്ക് പോകണ്ട. എനിക്ക് വലിയ സങ്കടമായി ഈ പറയുന്ന കേൾക്കുന്നത്. എന്താ അപ്പന്റെ വല്യപ്പന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ, നീ നിന്റെ കാര്യം നോക്കിയാ മതി. കാന്തത്തന്നെ താരൊരുങ്ങണം. ദൈവത്തിന്റെ സ്വന്തം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം. ഇന്ന് നീ നിന്റെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ വേണ്ടാത്തതൊക്കെ നിനക്ക് ഉപേക്ഷിക്കാൻ കഴിയും. യേശുവിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നീ പറയാം അത് സാരമില്ല, ഇത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാമധേയ ക്രിസ്ത്യാനിയായി മുൻപോട്ട് പോകും. യേശുവിനെ നിനക്കറിയാം, എന്നാൽ യേശു ആരായിരുന്നു എന്ന് നീ മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് പോയാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് യാതനാസനമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കി ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ നമ്മൾ അനുധാവനം ചെയ്യുന്നുവെങ്കിൽ, നമ്മള് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവരാണെങ്കിൽ പോലും അത് മതിയെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടണം. അപ്പൊ നോക്കിക്കോണേ, ഇത് പഠിപ്പിക്കണം, ഇത് അനുസരിക്കണം, ഇത് പഠിപ്പിക്കണം. ഇത് ചെയ്യുന്നവൻ വലിയ സ്ഥാനം, അവൻ വലിയവനെന്ന സ്ഥാനം അവന് ലഭിക്കും. സ്വർഗത്തിൽ ഒരുവൻ വലിയവനായാൽ മറ്റുള്ളവർക്ക് ഒരു അസൂയയുമില്ല. എന്ന കാര്യം എന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. സ്വർഗീയ ശരീരത്തിൽ വസിക്കുകയാ. ആത്മാവിൽ നിറഞ്ഞ് വസിക്കുകയാ. ഭൗതിക ശരീരങ്ങൾ മാറി ആത്മീയ ശരീരമാകുകയാ. അതുകൊണ്ട് സ്വർഗത്തില് ഒരുവൻ വലിയവനായാൽ ആർക്കും ദുഃഖമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ സമൂഹത്തില് വലിയവനാകാനുള്ള ഓട്ടത്തിൽ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പറയാൻ കഴിയും, കർത്താവേ, സ്വർഗത്തിൽ ഏറ്റവും ചെറിയവരാൻ തക്കവണ്ണം ചെറിയ കൽപ്പന പോലും അഴിക്കാതെ, ചെറിയ കൽപ്പന പോലും അനുസരിക്കാൻ മനസ്സില്ലാത്ത അവസ്ഥയിലല്ല, അനുസരിച്ച അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കണം. ഏറ്റവും വലിയ കൽപ്പന. 10 കൽപ്പനകൾ പഴയ നിയമ ഭക്തന്മാർക്ക് അനുസരിക്കാൻ കഴിയാതിരുന്നപ്പോൾ
അവര് അമേനത് അനുസരിച്ചാൽ തന്നെ അവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അമേൻ പുതിയ നിയമവിശ്വാസിയോട് പറയുക, ഈ കൽപ്പനകളെല്ലാം കൂടെ ചുരുക്കി അമേൻ ഈ കൽപ്പനകളെല്ലാം കൂടെ കാച്ചി കുറുക്കി നമുക്ക് 2 കൽപ്പനകളായി തന്നിരിക്കുകയാ. അതിലൊന്നാമത്തെ കൽപ്പന, വലിയവനെന്ന സ്ഥാനം നിനക്ക് സ്വർഗത്തിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ചെറിയവനായാലും മതി. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം. ഈ കൽപ്പനകള്, ഒന്നാമത്തെ കൽപ്പന പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോട്. സ്വതന്ത്രം എന്താ പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ പോകുന്ന വഴികളില്, നടക്കുന്ന ഇടങ്ങളില് അമേൻ ഹൃദയം കർത്താവിന് കൊടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. എന്നിട്ട് രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും. അപ്പൊ നമ്മളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് അല്ലേ? നമുക്കറിയാം 2 ആത്മാക്കളുണ്ട്. ഒന്ന് പിശാചിന്റെ ആത്മാവ്, മറ്റൊന്ന് ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ നമുക്ക് തന്നെ അറിയണം, വേറെ കാര്യത്തില്ല, നമ്മൾ തന്നെ എന്നിലുള്ളത് ഏത് ആത്മാവാണ്. ഒരു ചെറിയ കുറവ് നമ്മളിൽ വന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയും നിനക്ക് ആ കുറവ് സംഭവിച്ചു. അപ്പൊ ഉടനെ പറയുക, വേദോസം പറയാ, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും, മരത്ത് മത്സരിക്കുന്നവനോ വാളിന് ഇരയായി എന്ന് പറഞ്ഞാൽ യാതനാസ്ഥലത്തിന് ഇരയായി തീരും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ പറയാം, ഒന്ന് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ഹൃദയത്തോടെ നീ അവനെ സ്നേഹിക്കണം. ആമേൻ ആമേൻ. പൂർണ്ണ ശക്തി ഒന്നുകൂടെ ഓർപ്പിക്കാം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അവനെ സ്നേഹിക്കണം. എന്നിട്ട് രണ്ടാമത്തെ കൽപ്പന എന്താ? എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കൽപ്പന എന്താ? പുതിയ നിയമവിശ്വാസികൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിലാണ് എല്ലാ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നത്. അയ്യോ, നിന്നെ പോലെ നമ്മുടെ ശരീരത്തെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പറ്റുമോ? പണ്ട് കാലങ്ങളിൽ അതിന് മാന്തി തരുന്ന ആളല്ലേ? എന്നോട് ക്ഷമിക്കുക, അതിന് മാന്തുകയോ പണ്ട് കാലങ്ങളില്. ഇപ്പൊ ആർക്കും അതിനൊന്നും മാന്തണ്ട, നാളെ ഇപ്പോഴും അതിന് മാന്തുന്നവരുണ്ടെന്നാ പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പൊ അതിന് മാന്തണ്ട, കാരണം സ്ഥലത്തിന് വിലയില്ല. ഒരു 10 വർഷം കൂടെ കഴിയട്ടെ, ആമേൻ, ഒരു 1000 രൂപയ്ക്ക് പോലും സ്ഥലം എടുക്കാത്ത കാലം വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു സെന്റ് സ്ഥലത്തിന് 10,000 രൂപ കിട്ടിയ ഭാഗ്യം. ഞാൻ എന്റെ മനസ്സിൽ കണ്ടത് 1000 രൂപ പോലും കിട്ടുമെന്ന് അറിയത്തില്ല. ആർക്ക് സ്ഥലം വേണ്ട. നിങ്ങൾ കണ്ടില്ലേ, ഭവനങ്ങളൊക്കെ പണിയുമ്പോ ഒരു 10 സെന്റ് സ്ഥലം, അമേൻ, അനേക ഭവനങ്ങളൊക്കെ പണിതിട്ടിരിക്കും. അയ്യോ, കണ്ടാല് ആ ഭവനത്തിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിൽ കയറുന്ന അനുഭവം, ഒരു വിശ്വാസിക്കറിയാം സ്വർഗത്തിൽ ചെന്നാലുള്ള അനുഭവം. അതുപോലെ മനോഹരമായ ഭവനം പെയിന്റൊക്കെ അടിച്ച് എല്ലാ പരിപാടിയും ചെയ്തിട്ടിരിക്കുക. വേണമെങ്കിൽ വാങ്ങിക്കുക. ദൈവത്തിന് സ്തോത്രം. അവര് ചോദിക്കുന്ന വില കൊടുക്കാൻ ആരുമില്ല. അമേൻ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന ഈ 2 കൽപ്പനകളിലാണ് എല്ലാ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നത്. അത് പ്രവാചകന്മാർ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും അടങ്ങിയിരിക്കുന്നത്. കൽപ്പന ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന സ്ഥാനം ലഭിക്കും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൽപ്പനകളൊക്കെ ലംഘിച്ചാൽ, ഏറ്റു പറഞ്ഞാൽ മതി, നമുക്ക് പക്ഷെ ചെറിയവനെന്ന സ്ഥാനമേ ലഭിക്കൂ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലൂടെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 20-ന്റെ 20. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക് വന്ന് നമസ്കരിച്ചു. അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, നീ എന്റെ പുത്രന്മാർ 20 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും നിന്റെ ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ. നമുക്ക് ഏറെ അറിയാവുന്നതാ. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മളൊരു പ്രസംഗമൊക്കെ കേൾക്കാതിരുന്നാൽ ഈ ദേവദാസൻ പറയുന്നത് മുഴുവൻ നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. പറയാൻ അറിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്, അല്ലാത്ത ഒന്നും ഭൂതായിട്ടൊന്നുമില്ല. എന്നാല് ജിജ്ഞാസയോടെ ഇരിക്കുന്നവന് ഒരു വ്യക്തി പറയുക, ഞാൻ ഇതുകൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഒന്നും
അനുഭവിച്ചു കൊടുക്കുവാൻ, അവന് ഒന്നും സാംശീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അതിനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വരുമ്പോൾ ആ വചനം എന്നെ ബലപ്പെടുത്തുന്ന വചനമായി മാറും. അങ്ങനെയാണ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ സംഭവിച്ചേ? ആരാണ് വലിയവൻ എന്നുള്ളൊരു ഭാവം ആമേൻ ഈ യോഹന്നാന്റെ അമ്മ യേശുവിൽ നിന്ന് വാങ്ങിക്കുവാനായിട്ട്, അധികാരം വാങ്ങിക്കാനായിട്ട് കടന്നു ചെല്ലുന്നതായ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അധികാരത്തിന് വേണ്ടിയും മാനങ്ങൾക്ക് വേണ്ടിയും മത്സരിക്കുന്നവരെ യേശു തള്ളിക്കളഞ്ഞു. യേശു തള്ളിക്കളഞ്ഞു. അധികാര സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരെ യേശു തള്ളിക്കളഞ്ഞു. താഴ്മയും സേവനവും യേശുവിന്റെ ശിഷ്യന്മാർക്കിടയിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനാകണമെന്ന് യേശു അവരോട് പറയും. കേട്ടോ? എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ഇത് എന്റെ പിതാവിന്റെ ഇഷ്ടത്തിലിരിക്കുന്ന കാര്യമാണ്. ഇവർ വലിയവനാകണോ ചെറിയവനാകണോ? അപ്പം അമ്മ യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേട്ടിട്ടുള്ള അമ്മ പറയുക, ഇവരെ ഇടത്തും വലത്തും ഇരുത്തി കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ എന്റെ 2 മക്കളും വലിയവരായി തീരുമെന്ന് പറയുകയാ. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടത്തിലുള്ള കാര്യമാ, അതിനെനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, താഴ്മയും സേവനവും യേശുവിന്റെ ശിഷ്യന്മാർക്കിടയിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനാകണമെന്ന് പറയുക. നിങ്ങൾ എന്റെ ശിഷ്യന്മാരാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾ താഴ്മയും വിനയവും ധരിച്ച് എന്നിട്ട് പറയുന്ന എന്താ? ദൈവത്തിന് സ്വന്തം എല്ലാവരുടെയും ദാസനാകണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനാ. നോക്കിയേ, തിരുവത്താഴത്തിൽ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി. ആരാ? ദൈവത്തിന്റെ ഓമനക്കുമാരനായിരുന്നവൻ, അവൻ ദൂതന്മാരുടെ ആരാധന പാത്രമായിരുന്നവൻ. ആ യേശു കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ വിനയവും താഴ്മയും ധരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകി. അല്ലേ? പണ്ടൊരാളിങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, തെറ്റാണോ ശരിയാണോ എനിക്കറിയില്ല, ഈ കാല് കഴുകാനായിട്ട് പ്രത്യേകമായിട്ട് നല്ല കാലുള്ളവരെ സെലക്ട് ചെയ്യും. ഇല്ല, കുഴപ്പമൊന്നുമില്ലാത്ത വെടിച്ചില്ലാത്ത നല്ല കാലുള്ളവരെ സെലക്ട് ചെയ്യും. എന്നിട്ട് പറയും, തലേ ദിവസം സോപ്പും ഒക്കെ ഇട്ട് നല്ല കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇത് തമാശയായിട്ട് പറഞ്ഞാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സെലക്ട് ചെയ്യും ഇത്ര ആളുകളെ കാല് കഴുകണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്റെ യേശു അതൊന്നും നോക്കിയില്ല. എന്റെ കർത്താവ് ശിഷ്യന്മാരോട് ഇരിക്കാൻ പറഞ്ഞു, വെള്ളമെടുത്തു, ദൈവത്തിന് സ്തോത്രം, അവരുടെ കാല് കഴുകി ടവല് കൊണ്ട് തുടച്ചു, അവൻ അവരെ ശുശ്രൂഷിച്ചു. അപ്പൊ എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ അവൻ എല്ലാവർക്കും ദാസനായിരിക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദാസനായിരുന്നാൽ രണ്ടാമത്തെ പ്രത്യേകത ഇവിടെ പറഞ്ഞത്, വലിയവനെന്ന സ്ഥാനം നമുക്ക് സ്വർഗരാജ്യത്തിൽ ലഭിക്കും. ഇവിടെ ഒന്നും ലഭിക്കത്തില്ല, സ്വർഗരാജ്യത്തിൽ ലഭിക്കും. അതുകൊണ്ട് താഴ്മയും വിനയവും ക്രിസ്തുവിനെ ഞാൻ എപ്പോഴും ഓർക്കും. എന്റെ കർത്താവ് ഈ യെരൂശലേമിലേക്ക് രാജാവായി പട്ടണപ്രവേശനത്തിനായിട്ട് കടന്നു പോകുക യേശു കർത്താവ്. കർത്താവിനറിയാം താൻ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ, ക്രൂശ് മരണം ഒക്കെ അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജനം മിശിഹ അവരുടെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു എന്താ പറയുന്ന അവർക്ക് വലിയൊരു രാജാവിനെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു കഴുതയാണ്. ഇല്ലയോ? പണ്ടൊക്കെ ദേഷ്യം വരുമ്പം പ്രായമുള്ള ഒരു പിള്ളേരെ വിളിക്കുന്ന നീ ഒരു കഴുതയാണ്. ഇപ്പം മാധ്യമത്തിലൂടെ പറയുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു കഴുതയായിട്ട് തന്നെ ജീവിക്കത്തുള്ളൂ. നമുക്ക് അവരോട് അങ്ങനെ പറയാം, നീ മിടുക്കനാണെന്ന് പറയണം. തെറ്റ് പറഞ്ഞാലും നീ മിടുക്കനാ, അത് തിരുത്താം. നമുക്ക് അവരോട് പറയാം, നീ ഒന്നുകൂടെ പഠിക്കണമെന്ന് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും അതുപോലെയുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ആരോടാ പറയുന്നത്? വിശ്വാസിയോടാ പറയുന്നത്. അവിശ്വാസിക്ക് എങ്ങനെ വേണേലും പറയാമല്ലോ. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം. ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ വിവരം അറിയാം, ഇല്ലേ? ഇന്നത്തെ പിള്ളേരോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിവരം അറിയാം. അന്ന് കൊച്ചു പാവം പിടിച്ച പിള്ളേരായിട്ട് അവരത് കേട്ടു, എനിക്ക് ബുദ്ധിയൊന്നും ഇല്ലയോ,
എന്ന് പറഞ്ഞ് അവര് 10ാം ക്ലാസ്സൊക്കെ ഒരു പരുവത്തിലൊക്കെ പാസ്സായി അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവര് പോകത്തില്ലല്ലോ, പറയാൻ പോകത്തില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അവര് പിന്നെ മിടുക്കന്മാരാണെങ്കിൽ പഠിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ ദൈവിക ജ്ഞാനം അഭ്യസിപ്പിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുക. യേശു ആ കഴുതയെ തിരഞ്ഞെടുത്തു. പക്ഷേ ആ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാ വായിച്ചത്, പിറ്റേ ദിവസം കഴുതയ്ക്ക് ഒരു വിലയില്ല. യേശു അതിന്റെ പുറത്തിരിക്കുമ്പോൾ കഴുതയ്ക്ക് ഒരു വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഒരു ഭക്തനായ മനുഷ്യൻ, ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ അംബാസഡറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഞാൻ സ്വർഗത്തിന്റെ അംബാസഡറാണ്. കാരണം യേശു എന്റെ ഉള്ളത്തിലുണ്ട്. എന്നെ വഹിക്കുന്ന ആരാ? അവൻ ദൈവത്തിന്റെ സ്തോത്രം, എന്റെ കർത്താവ് എന്നെ ചുമക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് എനിക്കൊരു എനിക്കൊരു വിലയുണ്ടെന്ന്. അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്നാ? അയ്യോ, എത്ര പരിവാരങ്ങളില്ലേ, പോലീസുകാര് ഒക്കെ ഉള്ള, അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അംബാസഡർമാർക്ക്. അവർ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് മുൻകൂട്ടി CIDകളെ വിട്ട് തിരക്കുമായിരുന്നു. അങ്ങനെയാണ് അംബാസഡർമാര്. എന്നാൽ അദ്ദേഹത്തിന് അറിയാം, എനിക്ക് ദൂതന്മാരുണ്ട്, എനിക്ക് സേവാത്മാക്കളാ, ദൂതന്മാർ എനിക്കുണ്ട്. മാത്രമല്ല സ്വർഗത്തിന്റെ അംബാസഡറാ. ഭൂമിയിൽ ഇത് പറയുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. അനേകർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എന്റെ ജീവൻ ബലിയർപ്പിക്കുവാനുമാണ് വന്നതെന്ന് കർത്താവ് പറഞ്ഞു. പറയുക, ഞാൻ അനേകർക്ക് വേണ്ടി എന്റെ ജീവൻ വിശ്വസിക്കുന്നവർക്ക് ആ അനുഗ്രഹം ലഭിക്കുന്നത്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. ആമേൻ. 2000 വർഷങ്ങൾക്കപ്പുറം ആ ലോകത്തിന്റെ മധ്യേ, 2 കള്ളന്മാരുടെ മധ്യേ, ദൈവത്തിന് സ്തോത്രം, ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്നവന്റെ മുഖത്തേക്ക് നിന്റെ ആത്മീയ കണ്ണുകള് ഒന്ന് ദർശിച്ചാൽ നിനക്കൊരു കാര്യം കാണാൻ കഴിയും. അവന്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചിരിക്കുകയാ. അതിലൂടെ രക്തം വാർന്നൊഴുകയാ. അവന്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി രക്തം ഒഴുകയാ. ഞാനാണ് പാപി, ഞാനാണ് ആ സ്ഥാനത്തിരിക്കേണ്ടവന്, ഞാനാണ് അങ്ങനെ മരിക്കേണ്ടവന്. എന്നാൽ എനിക്ക് പകരമായി എന്റെ യേശു മരിച്ചുവെന്ന് നീ വിശ്വസിക്കുമ്പോൾ, നീ കണ്ണുനീരോടെ കഴിഞ്ഞകാല പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നീ അവന്റെ മകനും മകളുമായി തീരുകയാ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ദൈവമക്കൾക്ക് ലഭിക്കുന്ന ആത്മീക അധികാരം എന്ന് പറയുന്നത്. കാൺമീൻ, ഞാൻ ദൈവമകനെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് വലിയ സ്നേഹം. വിശ്വാസമുള്ളവരല്ലേ പറഞ്ഞേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് തരക്കാരനാണെങ്കിലും, നിങ്ങൾ ഏത് തരത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും, നിങ്ങളോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുകയാ. നീ ആ കാൽവറിയിലേക്കൊന്ന് നോക്ക്. നീ മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ യേശു മരിച്ചത്. ആ യേശു മരിച്ചത് കൊണ്ട് എനിക്ക് ഒരു പുതുജീവൻ നൽകുവാൻ, അനേകരെ വീണ്ടും ജീവിപ്പിക്കുവാൻ അവൻ ബലിയായി തീർന്നു. നീ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ ഓട്ടക്കളത്തിൽ വിജയകരമായ ഓട്ടം തികച്ചു ചെല്ലുന്നുവെങ്കിൽ, നിനക്ക് ദൈവവചനം പഠിപ്പിക്കുന്നുവെങ്കിൽ, അത് അനേകരോട് മനസ്സിലാക്കി അവരെ സത്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് വലിയവരെന്ന സ്ഥാനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയും, ഈ വലിയവരൊന്നും ആകണ്ട. നമ്മൾ പറയണം, ആഗ്രഹിക്കുന്ന ആത്മാവിനെയാണ് ദൈവം തൃപ്തിപ്പെടുന്നത്. എനിക്ക് എങ്ങനെയും പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എനിക്ക് സ്വർഗത്തിൽ ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ അറിയാമെന്നവർ പറയും, കർത്താവേ എനിക്കൂടെ ഞാൻ ഇത്രയും നാളോടെ ഇല്ലയോ? അല്ലെ, എനിക്കും പറയാം 33 വർഷം അല്ലെ ഈ വീട്ടില് എന്തുമാത്രം ആളുകള്, സുവിശേഷകര്, വലിയ സുവിശേഷകരെ കൊണ്ടുവന്ന് നടന്നു പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയ പള്ളിയിൽ നടന്ന മീറ്റിംഗ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടോ ആ കൂട്ടായ്മ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ആളുകളില്ലല്ലോ, അതുകൊണ്ട് ഉണ്ട്, കൂട്ടായ്മ നിന്നിട്ടില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം അത് നമ്മുടെ സഫലീകരിക്കുന്നത്, നമുക്കത് പ്രവൃത്തി പദത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി ഞാൻ ഓർപ്പിച്ചു, ശോഭയേറിയ അവസ്ഥ, ഈ ശരീരം മാറി തേജസ്സുള്ള ശരീരം ശോഭയേറിയ അവസ്ഥയിലേക്ക് ഒരു വിശ്വാസി കടക്കുന്ന ഒരു സുദിനം അധികം താമസം ഇതാ ലോകത്തിൽ സംഭവിക്കാൻ പോകുക. അവന്റെ കാലം മുഴങ്ങാൻ
വരാൻ പോകുക. ആയതിനായി നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. രണ്ടാമത് ഞാൻ പറഞ്ഞു വലിയവനെന്ന സ്ഥാനം. 3 ജയാളികൾക്കുള്ള സിംഹാസനം. ആമേൻ. വെളിപ്പാട് പുസ്തകം 3:21 അനേക വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. വെളിപ്പാട് 3:21. ഞാൻ ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. മതി പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം അവന് വരം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 24 മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് വേദപഠിതാക്കളുടെ അനേക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ സിംഹാസനം എന്നത് സ്വർഗലോകത്തിൽ ജയിക്കുന്നവർക്ക് അധികാര സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഭക്തനായ ഒരു മനുഷ്യൻ എഴുതിയത് വായിക്കുവാനിടയായി. സിംഹാസനം എന്നത് സ്വർഗലോകത്തിൽ ജയിക്കുന്നവർക്ക്, അതായത് ഓട്ടക്കളത്തിൽ ഓടി വിരുന്ന് പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന അധികാര സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ആമേൻ, ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32 പറയുന്നില്ല, 3-ാം അധ്യായം 2-ാം വാക്യത്തില്. ഓക്കെ, 3-ാം അധ്യായം 2-ാം വാക്യം. ആമേൻ. അവിടെ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. കണ്ടോ? 3:2 അല്ല, 1:3. 3-ാം മറിയാവിന് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താ വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിനെ അത് ക്രമമായി എഴുതുന്നത് 3-ാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം. നീ അത്യുന്നതന്റെ 1 അവൻ വലിയവനാകും. കണ്ടോ? അവൻ വലിയവനാകും. 2 അവൻ അത്യുന്നതന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും. 3 ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കന്യാമറിയാമിന് ഗബ്രിയേൽ മാതാവ് കൊടുക്കുന്ന ദൂത്. ദൈവത്തിന് സ്തോത്രം. പോകട്ടെ, മുൻപോട്ട് പോകട്ടെ, സമയമില്ലല്ലോ. ഇങ്ങനെ പറയുകയാണ്, ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ ജന്മത്തെ കുറിച്ച് അവനോട് അറിയിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അവൻ വലിയവനാകും. 2 കണ്ടില്ലേ ഇതുവരെ? വായിച്ചേ. അവൻ വലിയവനാകും. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. 1 അവൻ വലിയവനാകും. എത്ര വാക്യം അത്? 1:31. 1:31-32. അപ്പൊ നോക്കിയേ, അവൻ വലിയവനാകും. 1 അവൻ വലിയവനാകും. നമുക്കറിയാം, കർത്താവിനെ പോലെ വലിയവൻ ആരുമില്ല. ഈ ഭൂമിയിൽ ജനിച്ചു, സകലർക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. അവൻ വലിയവനായിരുന്നതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക. അവൻ വലിയവനാകും. ദൈവത്തിന്റെ സ്തോത്രം. 2 അത്യുന്നതന്റെ പുത്രനെന്ന് കണ്ടോ? കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ചെല്ലുമ്പോൾ മാലാഖമാർ സ്വീകരിക്കുകയാ. അത്യുന്നതന്റെ പുത്രൻ എന്ന് പറഞ്ഞ് ആമേൻ. പണ്ടേയുള്ള കഥകളെ ആമേൻ നിങ്ങള് ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു ദൈവപുത്രൻ എന്ന് കാണിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമാണ്. ഇത് 2 സംഭവിച്ചു. ആമേൻ. 3-ാമത് അവന് ദാവീദിന്റെ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇതുവരെ സംഭവിച്ചിട്ടില്ല. 2 കാര്യങ്ങൾ സംഭവിച്ചു. അവൻ വലിയവനായി തീർന്നു. അവൻ ഉന്നതങ്ങളിൽ അവൻ വസിക്കുന്നവനാണ്. സ്വർഗാദി സ്വർഗത്തിൽ അവൻ വസിക്കുകയാണ്. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. അവൻ വലിയവൻ എന്നുള്ള സ്ഥാനം അവന് ലഭിച്ചു കഴിഞ്ഞു. 2 അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. 3-ാമത് ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. അത് ഇപ്പൊ സംഭവിച്ചിട്ടില്ല. യേശു ദാവീദിന്റെ രാജകീയ വംശത്തിൽ ജനിച്ചു, അല്ലെ? ദാവീദിന്റെ സന്തതി പരമ്പരയിൽ യേശു ജനിച്ചു. ആമേൻ. എന്നിട്ട് ആമേൻ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹയായി ഇസ്രായേലിനെ ഭരിക്കുമെന്ന് ആമേൻ വേദപുസ്തകം പറയുകയാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? 1007 വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷം മാത്രം സംഭവിക്കുന്നു. ഈ
പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന് അവിടെ അവൻ രാജാതിരാജാവായി ആമേൻ ദാവീദിന്റെ സിംഹാസനം, ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല, ദാവീദിന്റെ സിംഹാസനത്തിൽ വസിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭരണം ശാശ്വതവും ആത്മീയവുമായിരിക്കും. അവിടെ ദുഷ്ടനില്ല. 1000 വർഷത്തെ ഭരണത്തിൽ ദുഷ്ടനില്ല. അവിടെ എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് അവൻ ജീവിക്കുന്ന ഒരു കാലയളവായിരിക്കും 1000 വർഷം എന്ന് പറയുന്നത്. അവൻ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ റോമാലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങള്, 2 തീമോഥെയോസ് 2:8 വാക്യങ്ങള്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചവനും മരിച്ചവനും ആയി ഉയർത്തെഴുന്നേറ്റവനുമായ യേശുവിനെ ഓർക്കുക, അതാകുന്നു എന്റെ സുവിശേഷം. 2 തീമോഥെയോസ് 2:8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിന് ഞാൻ ദുഷ്ടപ്രവൃത്തിക്കാർ എന്ന പോലെ ചങ്ങം ധരിച്ച് പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെ പറയുകയാണ്, നമുക്ക് വേണ്ടത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചവനും മരിച്ചവനായി ഉയർത്തെഴുന്നേറ്റവനുമായ യേശുവിനെ ഓർക്കുന്നതാണ്. ആരുടെ സുവിശേഷം? പൗലോസ്ലീഹയുടെ സുവിശേഷം. ആരുടെ സുവിശേഷം? അവനിൽ വിശ്വസിക്കുന്നവരുടെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം എന്നുള്ളതിന്റെ നിർവചനം മാത്രമേ ഉള്ളത്. എന്താണെന്നറിയോ? സുവിശേഷങ്ങൾ 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അതാണ് സുവിശേഷങ്ങൾ. എന്നാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റവനെ ഓർക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ പഴയ കാര്യങ്ങളൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല. ഞാൻ എവിടെ പ്രസംഗിച്ചാലും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുള്ളൂ. കാരണം എന്റെ ഉള്ളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വചനം ഓർക്കുക. എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക, അതാകുന്നു എന്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും സുവിശേഷം അതായി മാറണം. അതിനെന്നെ കാണണമെന്നറിയാമോ? ഒരു മനുഷ്യന്റെ ആത്മാവ് ഒരു കുഷ്ഠരോഗിയായിരിക്കാം, ഒരു യാചകനായിരിക്കാം, അവൻ ഏത് വിധത്തിലുള്ള ആളായിരിക്കാം. കർത്താവ് പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു. ആമേൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെയാ. ഒരാത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. അപ്പൊ സർവ്വലോകങ്ങള് നമുക്കറിയാം, സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും, ആമേൻ, അതുകൂടാതെ കണ്ടുപിടിക്കാത്ത ഗ്രഹങ്ങളും, ആമേൻ, നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തോ എന്റെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. ഈ സുവിശേഷകരൊക്കെ ഇങ്ങനെ ഉറക്കെ പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവർക്കറിയാം, ഈ വചനം ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകണം. ഈ വചനം അയച്ചു കഴിഞ്ഞാൽ വെറുതെ മടങ്ങി വരികയില്ല, അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരും. അവർക്കും തോന്നലുണ്ടാകും, യേശു വലിയവനാണ്, അവൻ എന്റെ രക്ഷകനാണ്, അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്നെ വീണ്ടും ചേർക്കുവാൻ വേഗം വരുന്നവനാണെന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിലുണ്ടാകും. ഞങ്ങളുടെ അനുഭവം പറഞ്ഞ മക്കളോ, ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ മീറ്റിംഗ് പരിപാടി നടക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരേക്ക്. ഈ കഴിഞ്ഞ ദിവസം അത് ഓർക്കാനായിട്ട് ഒരു സന്ദർഭമുണ്ട്. ഒരു മിലിറ്ററിക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ അത് സുവിശേഷം പറയാനായി ഒത്തിരി ചെറുപ്പക്കാരും പിള്ളേരും നമ്മുടെ കൂടെ ഉണ്ട് ചെന്നത്. അത് യേശുവിനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം യേശുവിനെ തന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല, എന്നാൽ പിന്നീട് ആ കാര്യം വിളിച്ച് പറഞ്ഞുവെങ്കിലും ഒരിക്കൽ ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടത്തില് ഒരു സ്ഥലത്ത് കടന്നു വരുമ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള സഹോദരന്മാരോട് ചേർന്ന് ബൈബിളുമായി ആ പിതാവ് കടന്നു വരുന്നത് കാണാനിടയായി. അവൻ വചനം എപ്പോഴാണ്, ഏത് നിമിഷമാണ് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന അറിയത്തില്ല. അതുകൊണ്ടായി 32 വർഷമായി ഇവിടെ നമ്മളോട് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡാനന്തരം ദൈവത്തിന് സ്തോത്രം, നമ്മള് ഈ വാട്സപ്പിലൂടെയും ഈ ഫേസ്ബുക്കിലൂടെയും അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല, ദൈവം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം കൂട്ടി വരുത്തിക്കോളും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
മൃഗങ്ങൾക്കും ആമേൻ പക്ഷിമൃഗാദികൾക്കും ഒക്കെ അല്പായുസ്, അതുപോലെയുള്ള മനുഷ്യന്റെ ആയുസ്. എന്നാൽ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ ആയുസ് ആമേൻ അല്പായുസ് കൊണ്ട് തീർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവനാ. ദൈവം സ്വതന്ത്രമായി ചിന്തിപ്പാൻ അവസരം കൊടുത്തിരിക്കുക. നിനക്ക് ഒരു നിത്യത വേണോ അതോ ഒരു യാതനാസ്ഥലം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തന്നിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആദിമ മാതാപിതാക്കൾക്ക് കൊടുത്ത അതേ അവകാശം ഇന്നത്തെ മനുഷ്യർക്കും കൊടുത്തിരിക്കുക. നിനക്ക് വേണമെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിച്ച് ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാം. നിനക്ക് വേണ്ട എങ്കിൽ വേണ്ട. എന്നാൽ പക്ഷേ നിനക്ക് ഒരു സ്വർഗം ലഭിക്കില്ല, ഒരു നിത്യത ലഭിക്കില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ നിർത്തുക. 1, ശോഭയേറിയ അവസ്ഥ. 2, വലിയവനെന്ന സ്ഥാനം. എന്നാൽ ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടി ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ചെറിയവനെന്ന സ്ഥാനെങ്കിലും നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മള് കൽപ്പനകളൊക്കെ പ്രമാണിച്ച് മുന്നോട്ട് ജീവിച്ചാൽ വലിയവനെന്ന സ്ഥാനം, അനേകരെ നീതിയിലേക്ക് തിരിച്ചാൽ വലിയവനെന്ന സ്ഥാനം കിട്ടും. എന്നിട്ട് പറയാ ജയാളികൾക്ക് ലഭിക്കുന്ന സിംഹാസനം. അനേക കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന അധികാര സ്ഥാനങ്ങളെന്ന് നമ്മളിപ്പോൾ കണ്ടാൽ മതി. ജയാളികൾക്കുള്ള സിംഹാസനം. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധം സഹവാസം, വിശേഷ ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും കൂടെ ആമേൻ. അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇന്ന് വന്ന ആളുണ്ടാകുമാറാകണമേ. ആമേൻ.